അല്ലാഹു തആല നമുക്ക് ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക്, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമുക്ക് ചെറിയ ആയുസ് മാത്രം നൽകിയിട്ട് നമ്മളെ പറഞ്ഞയച്ച റബ്ബ് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നിട്ടാണ് നമ്മളെ പറഞ്ഞയച്ചത്. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമാണ് റബ്ബ് നമുക്കൊരുക്കിയത്. ഈ കാലാവസ്ഥ നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ സന്തോഷം, നമ്മുടെ ആരോഗ്യം എല്ലാം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു നിയമത്താണ്. എല്ലാത്തിനേക്കാളും ഉപരി അള്ളാഹു നമ്മളെ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യരായി പഠിച്ചു എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒന്ന് ഈ മജ്‌ലിസാണ്. കാരണം ഈ മജ്‌ലിസ് കേവലം ഒരു മജ്‌ലിസല്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ വള്ളി ഒരു കാര്യക്രമ അല്ലെങ്കിൽ ഒരു ഭൗതികമായ ഒരു കാര്യക്രമം പോലെയുള്ള ഒരു പരിപാടിയല്ല. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ കൂലിയുള്ള, ഏറെ മഹത്വമുള്ള, പടച്ച റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഇബാദത്തായ വലിയ അമലായ ഒരു പരിപാടിയാണ് ഈ പരിപാടി. കൂടിയ ആൾക്കാർ ഏറെ ഉണ്ടോ കുറച്ചുണ്ടോ എന്നത് വിഷയമല്ല. കൂടിയവർ നാട്ടുകാരാണോ പുറനാട്ടുകാരാണോ എന്നത് വിഷയമല്ല. പറയുന്ന ആൾ ആരാണ് എന്നത് നോക്കേണ്ടതില്ല. അള്ളാന്റെ ഇൽമുമായി ബന്ധപ്പെട്ട പരിപാടിയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു പരിപാടി അള്ളാന്റെ ലോകത്ത് പറയില്ല. അതുകൊണ്ടാണ് ഈ മജ്‌ലിസിനെ സംബന്ധിച്ച് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മജ്‌ലിസിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് നിസ്കരിക്കുന്നവരുടെ മജ്‌ലിസിനെ പരിചയപ്പെടുത്തും പോലെയല്ല, ദിക്ർ ചെല്ലുന്നവരുടെ മജ്‌ലിസിനെ പറ്റി പറയും പോലെയല്ല, അല്ലെങ്കിൽ തസ്ബീഹ് ചെല്ലാൻ വേണ്ടിയിട്ട് 10,000 ഇരുന്നിട്ടുണ്ട് ഒരു സദസ്സിൽ, ഒരു സ്ഥലത്ത് അവരെ പരിചയപ്പെടുത്തിയതുപോലെയല്ല, അവരുടെ മജ്‌ലിസിനെ പറ്റി പറയും പോലെയല്ല. ഈ മജ്‌ലിസിനെ പറ്റി പറഞ്ഞത് ഇത് സ്വർഗത്തിന്റെ തോപ്പാണ് എന്നാണ്. നിങ്ങളിത് പലവട്ടവും കേട്ടവരാണ്, നല്ല പോലെ മനസ്സിലാക്കിയവരാണ്. ഇത് ഞാൻ ആമുഖമായി പറയുന്നത്, ഈ സദസ്സ് ഒരു സിമ്പിളായി നിങ്ങൾ കാണരുത്. വള്ളി ഒരു ചടങ്ങായിട്ട് മാത്രം നിങ്ങൾ അങ്ങനെ നിങ്ങളെ ഭാവനയിൽ വന്നുപോകരുത്. ഇതിനോട് വലിയൊരു ആദബും ബഹുമാനവും നമുക്കുണ്ടാകണം. ഇതിനോട് നമുക്ക് നല്ല അച്ചടക്കവും ബഹുമാനവും ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി അവൻ നല്ലോണം ആദബും മര്യാദയും ബഹുമാനവും ഉള്ളവനാവുക എന്നതാണ്. അല്ലാഹു തആല ആദരിച്ച വസ്തുക്കളോട്, അള്ളാഹു ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളോട്, അവന്റെ മഹാത്മാരോട്, മഹാത്മാക്കളോട്, പുണ്യാത്മാക്കളോട്, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളോട് നല്ല ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ടാകണമെന്നതാണ് മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യം. അത് ഏറ്റവും വലിയ തഖ്വയാണ്. ഇതിനോടുള്ള അദബ്, ബഹുമാനം, ഇത് ഏറ്റവും വലിയ തഖ്വയാണ്. ഇത് ചെറിയ കാര്യമാണ്. ഇതിനോട് നല്ല ബഹുമാനം ഉണ്ടാകണം. ഇതിനോടുള്ള ബഹുമാനം എങ്ങനെ? എല്ലാവരും ഒന്ന് ഇരുന്ന് സഹകരിച്ച്, നീ പോയോണ്ടും വന്നോണ്ടും ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പരിപാടി ആർക്കാണ്? നീ ഇരിക്കി. പുറത്തുള്ളവരൊന്നും നിങ്ങൾ ബലിച്ചോണ്ട് വരണമെന്നില്ല. ബലിച്ചോണ്ട് വരാൻ ഇത് ഡേ നൈറ്റ് മാച്ച് ഒന്നും അല്ല. നിങ്ങൾ എന്നെ കേക്കി അപ്പുറപ്പുറം ഇവിടെ ഇരുന്നിട്ട് കമന്റും പറയണ്ട, ഡയലോഗും അടിക്കണ്ട. ബയ്യ വേണ്ടി പോലെ ആയിക്കോട്ടെ. നല്ലത് പറഞ്ഞെങ്കും മോശമില്ല, തന്തക്കും തള്ളക്കും വിട്ടിട്ടെങ്കും മോശമില്ല, പുല്ലും സവ ഒരുപോലെ. فيكون مدحوهم وذموهم سواء لم يخشى لومة لائم في ذل الله. അവിടെ ഒന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. രണ്ടും ഒരുപോലെ നമുക്ക് സ്വീകാര്യമാണ്. രണ്ടും ഒരുപോലെയാണ്, നമുക്ക് വിഷയമല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും. നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടേതായ കമന്റും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കതില് വിഷമുള്ളത് കൊണ്ടല്ല, ഇത് ഈ മജ്‌ലിസിനോട് കാട്ടുന്ന അദബുകേടാ. കാരണം ഈ മജ്‌ലിസിൽ ഇരിക്കാനായിട്ട് മാത്രം അല്ലാഹുവിന്റെ മലായികത്ത് നിങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വേല പറയുന്നത് കൊണ്ടല്ല, നിങ്ങൾ നല്ലവരായത് കൊണ്ടുമായിരിക്കില്ല. മറിച്ച് ഈ പരിപാടി നല്ലൊരു കാര്യമാണ്. ഇത് അല്ലാഹു തആലാന്റെ അടുക്കൽ വലിയ ഇബാദത്താണ്. ഇത് വലിയൊരു അമലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ തോപ്പിലാണെന്ന് പറയപ്പെട്ട വലിയൊരു മജ്‌ലിസിലാണ്. അപ്പൊ ഇത് ചെറിയൊരു പരിപാടിയല്ല. ഇവിടെ അല്ലാഹുവിന്റെ മലായികത്ത് നിങ്ങൾ ഒത്തുകൂടുന്നു. അവന്റെ മാലാകമാർ നിങ്ങളെ കൂടെ ആമീൻ ചെല്ലാനായിട്ട് മാത്രം ഇറങ്ങി വരുന്നു. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലകങ്ങളും പ്രാർത്ഥിക്കുന്നു, ദുആരക്കുന്നു. എന്തിനേറെ, നിങ്ങളെ കാലിന്റെ അടിയിൽ നിങ്ങൾ ചവിട്ടിയ കല്ല് മണ്ണുകൾ പോലും ഈ സമയം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് നല്ലോണം ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മുഹു. പടച്ച റബ്ബേ, ഇവർക്ക് നീ പൊറുക്കണേ അല്ലാ, ഇവർക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാ.
എന്നല്ലാഹുവിനോട് നമുക്ക് ദുആരക്കുന്നത് ആരറിയുമോ? ഈ സമയത്ത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ദുആരക്കുന്നുണ്ട്. ഞങ്ങളെ കാലിന്റെ അടിയിൽ ചവിട്ടിയതായ കല്ലുമണ്ണുകൾ പോലും അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി ദുആരക്കുകയാണ്. ഈ ഇരുത്തം സ്വർഗത്തിന്റെ തോപ്പിലാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭൂതികളെല്ലാം ഇവിടെ പെയ്തിറങ്ങുന്നു. ഇവിടെയുള്ള ദുആക്ക് അല്ലാഹു തആലാന്റെ അടുക്കൽ ഇജാബത്ത് ഉറപ്പാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, 40 ആൾ വിശ്വാസികൾ കൂടിയ സ്ഥലത്ത്, 40 വിശ്വാസികൾ കൂടിയ സ്ഥലത്ത് നിങ്ങൾ ദുആരക്കാതെ പിരിയല്ലേ. കാരണം അവിടെയുള്ള ദുആക്ക് ഉത്തരമുറപ്പാണ്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് ദുആക്ക് ഉത്തരം നൽകപ്പെടാൻ പറ്റിയ ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ട്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അങ്ങനെയുള്ള മജ്‌ലിസാണിത്. ഇത് കേവലം ഒരു പരിപാടിയല്ല, ഒരു ഭൗതികമായ ഒരു പരിപാടിയായിട്ട് മാത്രം കാണണ്ട, ഒരു പൈസാക്കാനുള്ള ഒരു ഫംഗ്ഷനായിട്ട് മാത്രം വിലയിരുത്തണ്ട. നടക്കട്ടെ, അവർ പോട്ടെ, അവർ കേൾക്കട്ടെ എന്ന് മാത്രം ചിന്തിക്കണ്ട. എവിടെങ്കിലും വന്നിട്ട് ഇരിക്കാനൊന്ന് കണ്ട. അല്ലാഹുവിന്റെ പരലോകത്ത് കുറെ ആൾക്കാരെ അല്ലാഹു തആല ഹിസാബ് ചെയ്യുന്നു. നാളല്ലാഹുവിന്റെ പരലോകത്ത് കുറെ ആൾക്കാർ അല്ലാഹു തആല ഹിസാബ് ചെയ്യുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. അവരുടെ നന്മ തിന്മകളുടെ എല്ലാ ഹിസാബും സ്കാനിങ്ങും നടത്തിയിട്ട് നാളെ റബ്ബ് തആല ആ മനുഷ്യരെ സ്വർഗത്തിലേക്ക് വിധിക്കുന്നു. കാരണം അവർ നല്ലവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തവര്, സച്ചരിതരായ സദ്വൃതരായ സ്വാലിഹീങ്ങളായ ആണുങ്ങളെ പെണ്ണുങ്ങള് അല്ലാഹു തആല സ്വർഗലോകത്തേക്ക് പാസ് കൊടുക്കുകയാണ്. സ്വർഗത്തിന്റെ മാലാഖമാർ അവർക്ക് സ്വർഗത്തിന്റെ വട്ടുടുപ്പുകൾ ധരിപ്പിക്കുന്നു. എന്നിട്ട് അവരേതാ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. സുഖലോക സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ പടച്ച റബ്ബ് പറയുന്നു, അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കണേ, അവിടെ നിൽക്കണേ. എല്ലാ പരിശോധനകളും കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ ഹിസാബും കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ക്ലിയറാണ്. എന്നൊരു പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അവർക്ക് ബാധകമല്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ചവരാണ്, പരലോകത്ത് രക്ഷപ്പെട്ടവരാണ്. എന്നാലും അവർ സ്വർഗത്തിന്റെ ഉമ്മറപ്പടിന്റെ അവിടെ സ്റ്റോപ്പാണ്, സ്റ്റാമ്പിന്റെ സ്റ്റാൻഡിങ്ങിലാണ്, അവിടെ നൃത്തത്തിലാണ്. സ്വർഗത്തിന്റെ പൂമുഖവാതിൽക്കൽ നിൽക്കുകയാണ്, അകത്തേക്ക് പ്രവേശനമില്ല. പടച്ച റബ്ബ് പറയുന്നു, നിൽക്കാൻ തൽക്കാലം അവിടെ നിന്നോളൂ. അവർ അതാ നൃത്തം അങ്ങനെ നീണ്ടുപോവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞോ, കൊല്ലങ്ങൾ കഴിഞ്ഞോ, കൊല്ലങ്ങൾ കഴിഞ്ഞോ, അകത്തേക്ക് പ്രവേശന പാസ് കിട്ടുന്നില്ല. പടച്ച റബ്ബ് കടക്കാൻ അനുമതി കൊടുക്കുന്നില്ല. കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമയറ്റുപോയ അവർ മേലായ റബ്ബിനോട് ചോദിക്കുകയാണ്, പടച്ച റബ്ബ്, നേരെത്രയായി, കാലം എത്രയായി ഞങ്ങളിവിടെ നിൽക്കുകയാണല്ലോ, ഞങ്ങളിവിടെ നിൽക്കുകയാണല്ലോ. ഞങ്ങളെക്കാളും പിന്നെ വരുന്ന പലരും സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്, ഞങ്ങളെക്കാളും ശേഷം വന്നവർ കടന്നു പോകുന്നുണ്ട്. ആണുങ്ങള് പോയല്ല, പെണ്ണുങ്ങള് പോയല്ല. ഞങ്ങളാണെങ്കിൽ നേരത്തെ ഇവിടെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് പ്രവേശന അനുമതി നൽകുന്നില്ല റബ്ബേ. എന്തുകൊണ്ട് ഞങ്ങൾ വൈകുന്നു, ഞങ്ങൾ ലേറ്റാവുന്നു എന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബ് അവരോട് പറയുന്ന മറുപടി എന്തറിയാ? ഇവിടെയുള്ള മുസ്ലിം കേൾക്കണോ, നല്ലവർ കേൾക്കണോ, ആണുങ്ങൾ കേൾക്കണോ, പെണ്ണുങ്ങൾ കേൾക്കണോ? പടച്ച റബ്ബ് അവരോട് പറയുന്ന മറുപടി, അതെ, നിങ്ങൾ ദുനിയാവിലെ എല്ലാ നന്മകളുടെ കാര്യങ്ങളിലും പിന്നിലായിരുന്നു, ബാക്കായിരുന്നു. നിങ്ങൾ എല്ലാ നന്മകളിലും ബാക്കായിരുന്നു. സൗണ്ട് ക്ലിയർ ആകുന്നില്ലേ? എക്കോ കുറച്ച് കമ്മി മാടി. നിങ്ങൾ ദുനിയാവിലെ എല്ലാ നന്മകളിലും ബാക്കായി. കാരണം എന്താ? നിങ്ങൾക്ക് ഇരുക്കാൻ പുറത്തില്ല, നിങ്ങൾക്ക് ടൈം മതിയാവുന്നില്ല, നിങ്ങൾക്ക് സബർ വരുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര അർജന്റ്, ആടുന്ന് കോള് വരുന്നു, ഈടുന്ന് കോള് വരുന്നു, അങ്ങനെ തിരക്കോടെ തിരക്ക്, വേം പോണോ, ജടാ പട, ബാക്കി എല്ലാത്തിനും നേരമുണ്ട്, പൈസാക്കാൻ പോവാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, എല്ലാം ഉണ്ട്. ദുനിയാവിന്റെ കാര്യത്തിന് പായാൻ വേണ്ടി നല്ലോണം ടൈമുണ്ട്. അള്ളാന്റെ സ്വർഗത്തിന്റെ തോപ്പിൽ ഒരിത്തിരി നേരം ഇരിക്കാൻ, അല്ലെങ്കിൽ ഈ ഇബാദത്തുമായി ബന്ധപ്പെടാൻ നമുക്ക് നേരമില്ല. പാച്ചലാണ്, പാച്ചല. ഏതുവരെ? നാളെ ഖബറിലേക്ക് എത്തുന്നത് വരെ. ഈ പാച്ചലിന്റെ അവസാനം നാളെ ഖബറിലേക്ക് എത്തുന്നത് വരെ. അൽഹാഖു മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളെ ഈ പാച്ചലും മക്ബറ കാണുന്നത് വരെ മാത്രമാണ്, അതിന്റെ അപ്പുറം പായാൻ കഴിയില്ലല്ല.
എത്ര ദുനിയാവിന്റെ തിരക്കുള്ളവരായാലും ഏത് നിലക്കുള്ള ബിസിയുള്ളവരായാലും ആ പാച്ചലിനൊരു അവസാനമുണ്ട്. അത് ഞങ്ങളെ മരണമാണ്, പിന്നെ പായാനില്ല. അതുകൊണ്ട് നാളല്ലാന്റെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പാസ് കിട്ടിയിട്ട് പോലും പിന്നെയും വൈകുന്ന ആ മനുഷ്യരാരറിയാ, പ്രവേശന അനുമതി നൽകാതെ അള്ളാഹു ലേറ്റാക്കുന്ന കൗമാരറിയാ. അവർ ദുനിയാവിൽ നന്മയുടെ കാര്യത്തിൽ ബേക്കായിരുന്നു, നന്മയുടെ കാര്യത്തിൽ ലേറ്റായിരുന്നു. അവർ നാളെ സ്വർഗത്തിൽ കടക്കുമ്പോഴും ഒരുപാട് ലേറ്റാണ്. ഖാല റസൂലുള്ളാഹ് അല്ലേ? ഞമ്മ നന്മയുടെ കാര്യത്തിൽ സ്പീഡ് കൂട്ടുന്നവരാണോ, മുന്നേ പോകുന്നവരാണോ, അല്ല ലേട്ടാന്നവരാണോ? ഞമ്മ ജുമാക്ക് പോകുന്നത് ജുമായും എല്ലാം കഴിഞ്ഞിട്ട് തീരാനാകുമ്പോ, ഞമ്മ ഹദ്ദാദിന് പോകുന്നത് എല്ലാം തീർന്നിട്ട് സലാത്ത് ചെല്ലാനാകുമ്പോ, ഞങ്ങൾ ജമാഅത്തിന് പോകുന്നത് 4 റക്അത്ത് കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്തിന് ഇരിക്കാനാകുമ്പോ, ഞങ്ങൾ മൗലിദിന് പോകുന്നത് 5ാമത്തെ ഹദീസും ഓതിയിട്ട് ഷീറിന് കൊടുക്കാനാകുമ്പോ, ഞങ്ങൾ വയലിന് പോകുന്നത് അവസാനം ഷീറിന് കിട്ടാനാകുമ്പോ, ഇനി പോയെങ്കിൽ ഇരിക്കുന്നത് ബാക്ക് സീറ്റിൽ. നാളെ ഞങ്ങൾ സ്വർഗത്തിന്റെ എവിടെയും പിന്തും. ഇത് എന്റെ വകയല്ല, നിങ്ങൾ എന്നെ ഇങ്ങനെ കണ്ണുർത്തിട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസാണ്. നന്മകളുടെ കാര്യത്തിൽ പിന്നിലായവർ, ബാക്കായവർ, ലേറ്റായവർ നാളല്ലാന്റെ സ്വർഗലോകത്തും ലേറ്റാവുമെന്ന്, സ്വർഗത്തിലേക്ക് അവർക്കുള്ള പ്രവേശന അനുമതി കിട്ടാൻ വൈകുമെന്ന്, സ്വർഗപ്രവേശനം അവർക്ക് തടയപ്പെടുമെന്ന്, അത് വൈകുമെന്ന്, ലേറ്റാക്കപ്പെടുമെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ചെറിയ അമലാണെങ്കിലും കുറഞ്ഞ ഇബാദത്താണെങ്കിലും അത് നന്നായി ചെയ്യണേ, അത് വളരെ നല്ല റാഹത്തിൽ ചെയ്യണേ, അത് പെട്ടെന്ന് ചെയ്യണേ, അത് എല്ലാവരെക്കാളും പിന്നെ ചെയ്യണേ. ലേട്ടാക്കല്ലേ, പിന്തല്ലേ, പിന്തരുത്. ഞമ്മ വേലിന്റെ മജ്‌ലിസിൽ പോയി ഇരിക്കുന്നവിടെ ബാക്ക് കിടാക്കളെ എതിർക്കാക്കും, ചെറിയ മക്കളെ എതിർക്ക് വിടും. എതിർക്കുറ നിങ്ങന്തര ബാക്കിൽ നിങ്ങൾ വയസ്സന്മാരെ പോലെ ബാക്കിൽ എതിർക്ക് മുമ്പിൽ പോ. അങ്ങ് മുമ്പിൽ സാരമില്ല. ഇതേ കിടാവും നാളെ ഷീർണി മേങ്ങുമ്പോ പോയിട്ട് ലൈനിന്റെ മുമ്പിൽ നിൽക്കട്ടാല. അപ്പൊ ഇതേ വയസ്സന്മാർ വരി എന്തറിയാം, നീ എന്താ വയസ്സന്മാരെ പോലെ പോയിട്ട് എതിരിൽ നിന്ന് ബേമേങ്ങാന് പുറ ബാക്കിൽ അതപ്പ് കുരുത്തില്ലാത്ത കിടാവ് ബാക്ക് പറയാന്ന്. ഒരു ദിവസം മുമ്പ് ഓറന്നെയാണ് മുന്നൊക്കെ അടുത്തിന്, ഇനിയിപ്പോ ബാക്ക് അടുത്തും ഓറന്നെ. ഈടുത്ത കഥ പറഞ്ഞല്ല, മൊത്തത്തില് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൂ. നാളെ ചിലപ്പോ ഫോൺ വന്നെങ്കിലായി ഖത്തർന്നാ അബുദാബിന്നാ, അല്ല ഉസ്താദ് നിങ്ങൾ അത് എങ്ങനെ ചെല്ലിയ, നിങ്ങൾ അത് എങ്ങനെ പറഞ്ഞേ, അതല്ല വലിയ ആപത്ത്. അതിനെ മാത്രം കേട്ടിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ എത്ര ആള്, സ്കാനിങ് ആക്കാൻ എത്ര ആള്, അതല്ല വലിയ രസോ. സ്വർഗത്തിന് തോപ്പിൽ നല്ല അടക്കത്തിൽ ഒതുക്കത്തിലേക്ക് മൊബൈലിലും തൽക്കാലം സ്റ്റോപ്പാക്കി. ഇതന്നെ വിഷയം പറയാൻ പോയാൽ പിന്നെ തീരോടത്തോളം ഇതന്നെ നമ്മ ഈ കൊണ്ടുവന്നതെല്ലാം പണിയാവും. പിന്നെ നമുക്ക് നല്ലൊരു കാര്യം എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കണമെന്ന് ആശിച്ചാണ് ഞാൻ വരുന്നല്ലേ. അപ്പൊ നമുക്ക് വലിയ നിർബന്ധമുണ്ട്, നിങ്ങൾ നന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇനി എനിക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വന്നിട്ട് ഇവിടെ പറയും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ദുആ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഒപ്പിച്ചോളാം. പക്ഷെ നിങ്ങൾ ഒന്ന് റാഹത്തിൽ സ്വർഗത്തിന്റെ തോപ്പില് ചന്തത്തിൽ ഇരുന്നിട്ട് നിന്നങ്ങ് മതി. ആ ഒരു ഉപകാരമാക്കിട്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യണം അറിയാ, പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞൊന്നും എന്റേതല്ല, മുസ്തഫായ റസൂലുള്ള പറഞ്ഞതാണ്. നാളെ സ്വർഗലോകത്തേക്ക് പാസ് കിട്ടിയിട്ട് പോലും പ്രവേശന അനുമതി നൽകപ്പെടാതെ വൈകിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ദുനിയാവിൽ നന്മകളുടെ കാര്യത്തിൽ വൈകിയവരാണ്, പിന്നിലായവരാണ്, ലേറ്റായവരാണ്. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. പടച്ചറബ് ഞങ്ങളെ പെടുത്താതിരിക്കട്ടെ. ഹിസാബില്ലാതെ ഞങ്ങൾ അമലും ഇബാദത്തും നോക്കാതെ, അതിന്റെ കണക്കെടുക്കാതെ, ഹിസാബില്ലാതെ അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് അയച്ചു തരട്ടെ. നിങ്ങൾ ആമീൻ ചൊല്ലുന്നില്ലേ നല്ലേ? അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തി തരട്ടെ. അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് മുൻകടന്നു പോകുന്നവരിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഈ കാര്യം ചെയ്യും, 200 ഒന്ന് മുന്നിലേക്ക് വരണം. നിങ്ങൾ എതിരിൽ കസാര തുറണ്ട, കസാര ഒരു -ഇഞ്ച് പോലും
അനങ്ങാൻ പാടില്ല. നിങ്ങളെ എതിർഭാഗത്ത് കസേര കാലിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കയറിയിരിക്കണം. അതാണ് ഈ മജ്ലിസിന്റെ മഹത്വം, ബഹുമാനം, അദബ്. അയാൾ പോട്ട് ഇയാൾ പോട്ടൊന്നും എന്തു നോക്കണ്ട. നാളെ ഖബറിലേക്ക് നിങ്ങളെ പോണ്ടി വരും. അയാൾ വരാല, ഞാനും സൈഡിലിരിക്കുന്ന ഏലിറ്റ്. നീ ഒറ്റക്കല്ലേ, എന്നെയും കിടത്തിക്കോ. ഇതിപ്പോ ഇത്തരെല്ലാം ചെല്ലേണ്ടി വരുന്നുണ്ടറിഞ്ഞ വേലിന്റെ മജ്ലിസായനെ കൊണ്ട്. ഇതൊരു മഹിളാ കബഡി പന്ത്യാട്ട, ഒരു ഡേ നൈറ്റ് മാച്ച് ഗാലറി മുറ്റായിനെങ്കിൽ ദമ്മതൊക്കെ ഇടേണ്ട ഒരാവശ്യം ഉണ്ടായിട്ട. ഇതിപ്പോ ഇത്രയെല്ലാം ആയത്തോതേണ്ടി വന്ന്, ഹദീസ് ഓതേണ്ടി വന്ന്. എന്റെ കാര്യം സ്വർഗത്തിന്റെ തോപ്പായത് കൊണ്ടാണ്. ഇത് അള്ളാന്റെ അടുക്ക വലിയ ഇബാദത്തായത് കൊണ്ടാണ്. ഇത് വലിയ അമലായത് കൊണ്ടാണ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആയതുകൊണ്ടാണ്. ബാഡ്ജ് കുത്തിയ സംഘാടകരോട് പറയാനുള്ളത്, ആ ചെറിയ കുഞ്ഞുമക്കൾ ഇങ്ങോട്ട് ദയവ് ചെയ്തിട്ട് മുമ്പിലേക്ക് വിടരുത്. അവരെ ബാക്കിൽ തന്നെ ഇരുത്തുക. അവരുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ കൂടെ തന്നെ ഇരുന്നോളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ വിടണ്ട. ഒന്നാമത് അവിടെ കേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. നമ്മളെക്കാളും വലിയ ടെൻഷനിലാണ് നമ്മൾ ഓപ്പറേറ്ററും ലൈവിൻ്റെ ഓറെല്ലാം. കാരണം എന്താ, ഇതിനെല്ലാം ഒന്ന് ചേലാക്കണമെന്ന് അവർക്കും വലിയ ആശയില്ലേ. എത്ര അവർ നല്ല ചന്താക്കുന്നുണ്ട്, നല്ല റാഹത്താക്കുന്നുണ്ട്. എന്തോ അപ്പുറം ആയിപ്പോണ്ട. അപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് അവരൊന്നും കൺഫ്യൂഷൻ എന്തോ ആക്കണ്ട. കേബിൾ ചവിട്ടിയിട്ടും ഇടക്കിടക്ക് അരത്തക്കെല്ലാം പോയിട്ട് അവർക്കൊരു ഫ്രീഡം, ഒരു റാഹത്തെല്ലാം കൊടുക്കി. അല്ലാഹു തആല നമ്മളെ റാഹത്തിലാക്കി തരാം. നല്ല മജ്ലിസ് എല്ലാം ഇപ്പോഴാണ് ചേലായത്. പോട്ടെ, നേരത്തെ നോക്കുമ്പോ നിങ്ങൾ ഇവിടെ നോക്കിയാലും തിരിഞ്ഞു നോക്കിയാല ഇപ്പൊ കാണാൻ എന്ത് ചേലുണ്ട്. ഇതാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു തആലാക്ക് ചന്തം ഇഷ്ടമാണ്. അല്ലാഹ് ചന്തമുള്ളവനാണ്. എല്ലാം ചന്തമുള്ളതാവണോ, ചിക്കതാതറോ ചൊക്കവാകിറലേ ചന്തവാകിറലേ എന്നത് ഞങ്ങളെ കന്നഡ ഡയലോഗ് മാത്രമല്ല, അത് നബി തങ്ങളെ ഹദീസും കൂടിയാണ്. ചെറിയ അമലായാലും കുറഞ്ഞ ഇബാദത്തായാലും അത് നല്ല ചേലാക്കണോ, ചന്തമാക്കണോ, ഭംഗിയാക്കണോ. അതാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. ഇപ്പോഴാണ് റാഹത്തായത്. നേരത്തെ നോക്കിയപ്പോ ഇല്ലേ, ഫസ്റ്റ് കാണുമ്പോ മജ്ലിസ് കണ്ടപ്പോ ഈ അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ആയിട്ടുണ്ടായി, എലി കത്തിരിച്ച പോലെ. അതിന്റെ ഇടയിൽ ഒരു ചങ്ങായി വന്നിട്ട് കൊസ്രാൻ കൊള്ളി ഇടാന്നതിനാടാ കസാലിന്റെ ഇടയിൽ. നിങ്ങൾ കണ്ണ ആളെ കണ്ടിനെ കാണാല. അവനാണ് ഇബ്ലീസ്. അവനൊരു പണിയുണ്ട്. എന്താ പറഞ്ഞാൽ അവൻ ഇടക്കിടക്ക് നിങ്ങളെ കൊണ്ട് മൊബൈൽ എടുപ്പിക്കും. ഇതാരുതും ഈ സമയത്ത് മിസ് കോൾ എന്നല്ല ആക്കും. അതെല്ലാം. അപ്പൊ അതിനെല്ലാം നിങ്ങൾ കൺട്രോൾ ആയിക്കോളാം. ഒരു 1.5 മണിക്കൂറിന്റെ വിഷയമല്ലേ. ഇന്ന് സുബൈക്ക് ഞങ്ങൾ എണീച്ചിട്ട് ഈ 22-3 ഏകദേശം ആയല്ല. 10-18-16 മണിക്കൂർ കഴിഞ്ഞില്ലേ. 14 മണിക്കൂർ ഏതായാലും കഴിഞ്ഞല്ല, കഴിഞ്ഞു. ആ കഴിഞ്ഞതിന്റെ ഇടയിൽ നമ്മൾ ഇന്നത്തെ ഈ ദിവസം, ഇന്നലെ രാത്രിന്ന് ഇന്നത്തെ ഈ രാത്രി കൂട്ടിക്കാം. ഈ 24 മണിക്കൂറിന്റെ ഇടയിൽ ഞങ്ങളെ ഈ ഒരു ദിവസത്തിന്റെ ഇടയിൽ ഞങ്ങളെ കണ്ണുകൊണ്ട്, കൽബുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ഒരുപാട് തെറ്റുകൾ കണ്ടവരാണ്. ഒരുപാട് തെറ്റുകൾ കേട്ടവരാണ്. എന്നാൽ ഈ 24 മണിക്കൂറിൽ ഇന്നലെ രാത്രി 8 മണി മുതൽ ഇന്നത്തെ ഈ പരിപാടി തീരുന്നതിന്റെ ഇടയിലുള്ള ഈ സമയത്തിന്റെ ഇടക്ക് കണ്ണുകൊണ്ടോ, കാതുകൊണ്ടോ, കൽബുകൊണ്ടോ, കൈകൊണ്ടോ, കാലുകൊണ്ടോ തെറ്റ് ചെയ്യാൻ അവസരം കൊടുക്കാതെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം സമയത്തെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് ഈ 1.5-2 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞു, ആ പള്ളിയിൽ കയറിയിട്ട് ഈ സമയത്ത് ഒരാള് 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു, നീണ്ട സുജൂദ് ചെയ്യുന്നു. എന്നാൽ ആ മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിനേക്കാളേറെ, ആ സുജൂദിനേക്കാളേറെ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട അമലേതറിയുമോ? ഈ 1 മണിക്കൂറിന്റെ ഇരുത്തമാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ഇത് പുള്ളന്മാരെ കളിയല്ല, ഇത് കുട്ടിക്കളിയല്ല, ഇതൊരു ടൈം പാസിംഗ് അല്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട പരിപാടിയല്ല, ഇത് പൈസാക്കാനുള്ള ഏർപ്പാടല്ല. പൈസ വേണോ? പൈസ ചെലവുണ്ട്, എല്ലാത്തിനും വേണോ? പൈസ ഇല്ലാണ്ട് ഒരു കാര്യം ലോകത്ത് നടക്കാലല്ല. അള്ളാന്റെ ദീനിന്റെ കാര്യമായാലും മറ്റു ഭൗതികമായ കാര്യങ്ങളായാലും ഭൗതികേതര കാര്യങ്ങളായാലും ഏതും അതിൻ്റെതായ മുറ പോലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നടക്കണമെങ്കിൽ പൈസ ആവശ്യം തന്നെ. പൈസ വേണ്ട എന്നല്ല,
പള്ളി നടക്കാനായാലും മദ്രസ മുന്നോട്ട് കൊണ്ടുപോകാനായാലും ഞങ്ങൾ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും ചന്തത്തിൽ നീങ്ങാനായാലും പിന്നീട് വന്നവർക്കെല്ലാം ഒരു ക്ഷീരണി നല്ല ചന്തത്തിൽ കൊടുക്കാനാണെങ്കിലും പൈസന്റെ ചെലവുണ്ട് എന്നത് നേരാണ്. പക്ഷെ ഞങ്ങൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പൈസ മാത്രം കണ്ടിട്ടാകരുത്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ പൈസ വേണ്ട കാര്യങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ വാതിലും തുറന്നു തരും കേട്ടോ, സംശയമില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണോന്ന് മാത്രം, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ഒന്നും നഷ്ടം വരല, ഒരിക്കലും ബുദ്ധിമുട്ടാവേണ്ടി വരല, പ്രയാസപ്പെടേണ്ടി വരല. പടച്ച റബ്ബിന് വഴിപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള, കൈച്ചലാകാനുള്ള, ബുദ്ധിമുട്ട് വരാതെ ജീവിക്കാനുള്ള, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അല്ലാഹ് തുറന്നു കൊടുക്കും കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണോ, തഖ്വയിലൂടെ ജീവിക്കണോ, ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളുമായിട്ട് ജീവിക്കണോ. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാൽ അവിടെ ഒരു കാര്യത്തിലും മറ്റുള്ളവന്റെ മുമ്പിൽ നമുക്ക് കൈ നീട്ടേണ്ടി വരാൻ, ഞങ്ങളെ കച്ചവടം പൊട്ടാല, ഞങ്ങളെ മക്കളെ അനുസരണക്കേട് കാട്ടാല, ഞങ്ങളെ വീട്ടിന്റെ ഉള്ളില് പട്ടിണി കിടക്കേണ്ട ഗതികേട് വരല, എല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി തരും. എന്തുകൊണ്ട്? അള്ളാന്റെ ആളാണോ? മൻകാന മഅല്ലാഹി കാനല്ലാഹു മഅഹു. അള്ളാന്റെ കൂടാണോ? ഇപ്പൊ അല്ലാഹ് ഞങ്ങളെ കൂടെ ഉണ്ട്.